ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖി, ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എന്നണിയത്തു തന്നെ നിൽക്കൂ. കക്കാടിൻ്റെ മനോഹരമായ കവിതയ്ക്ക് ആർദ്രമായ ഗാനം നൽകിയ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ജയസഞ്ജയ് നായരുടെ അടുത്താ, എൻ്റെ ചങ്കായുടെ അടുത്താണ് ഏറ്റുമാനൂർ. എന്താ ഈ തലേദിവസം ഇവിടെ വന്നങ്ങ് കിടക്കണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ മലരിക്കൽ ആമ്പൽപ്പാടം പൂത്ത് വിടർന്നങ്ങനെ നിൽക്കുക. അപ്പോൾ അതൊന്ന് കാണണം. പക്ഷെ രാവിലെ നമ്മൾ തൊടുപുഴ സൈക്കിൾ ഓട്ടി വന്നു കഴിഞ്ഞാൽ അവിടെ അങ്ങ് എത്തത്തില്ല. കാരണം ഈ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഈ ആമ്പല ചന്ദ്രൻ്റെ കാമുകിയാന്നല്ലേ അല്ലേ? അപ്പോൾ നേരം വെളുക്കുമ്പോഴത്തേക്കും ഇവളുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് ഈ സൂര്യൻ ഇങ്ങോട്ട് തുറച്ചു നോക്കും. അത് പുള്ളിക്കാരത്തിക്ക് ഇഷ്ടമല്ല. അപ്പം മോന്ത ഇങ്ങനെ പറഞ്ഞ് കൂമ്പിച്ച് വയ്ക്കും. ഒരു 10 മണിയാകുമ്പോഴത്തേക്കും സംഭവിക്കും. അപ്പോൾ അതിന് മുമ്പ് കാണണമെങ്കിൽ തലേദിവസം ഇവിടെ വന്ന് കിടക്കണം. അപ്പോൾ ഇത് ഏറ്റുമാനൂർ ഇവിടെ നിന്ന് നമ്മുടെ കുമരകം റൂട്ടിൽ ഇല്ലിക്കൽ നിന്ന് തെക്കോട്ട്, തെക്ക് സൈഡിലോട്ട് 7 കിലോമീറ്റർ. അപ്പോൾ ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ അല്ലേ? 20 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി തലേദിവസം ജയസഭായുടെ അടുത്ത് വന്ന് കിടന്നു, വർത്താനമൊക്കെ പറഞ്ഞ് രാത്രി അങ്ങനെ ചിലവഴിച്ചു. സന്തോഷം. ഇവരുടെ എല്ലാ നമ്മുടെ സൈക്ലിംഗ് വീഡിയോ ഞാൻ എല്ലാം തന്നെ കാണാറുണ്ട്. അപ്പം എന്തെങ്കിലും ഈ പറയുന്ന പോലെ ഒന്ന് കൂട്ടത്തിൽ കൂടണം എന്ന് വിചാരിച്ചിട്ടേ ഈ സൈക്കിൾ ചവിട്ടുക എന്ന് പറയുന്നത് നിങ്ങളുടെ പോലെ ഒരു രക്ഷയില്ലാത്തൊരു സംഭവമാണല്ലോ ഈ സൈക്കിൾ. അല്ല, നടക്കാൻ പോകലൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ സൈക്കിൾ ചവിട്ടുക എന്ന് പറയുന്നത് ആവശ്യം ഞങ്ങളൊന്നും ചവിട്ടി ഇപ്പോഴൊക്കെ എനിക്ക് പ്രശ്നം. 1 മാസം 2 മാസം എടുക്കും നമ്മളതൊന്ന് സെറ്റ് ആവാൻ. അത് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നിലത്ത് നിൽക്കില്ല. അതല്ലേ. ഏതായാലും അപ്പൊ നേരം എടുത്തു, ഞങ്ങള് പോയിട്ട് വരട്ടെ. ശരി, ഓക്കെ, പോയിട്ടോ. വിളിച്ചാൽ മതി, നമുക്ക് പുറപ്പെടാം. ഓക്കെ. നമ്മൾ വീണ്ടും മീനച്ചിലാറ് ക്രോസ് ചെയ്യുക. ഏറ്റുമാനൂർ അതിരമ്പുഴ മെഡിക്കൽ കോളേജ് വഴി കോട്ടയം കുമരകം റൂട്ടിൽ വന്നു. നമ്മുടെ മീനച്ചിലാറിൻ്റെ തീരത്ത് വന്ന് വീണ്ടും താഴത്തങ്ങാടി. വീണ്ടും മീനച്ചിലാറ് ക്രോസ് ചെയ്യുന്നു. ഇല്ലിക്കൽ. ഇവിടുന്ന് ഇടത്ത് തിരിഞ്ഞ് മലരിക്കൽ സൈഡിലേക്കും വലത്തോട്ട് കുമരകം. കാമ്പൽ ഉത്സവം കണ്ടിട്ട് വരാം.
ഇത് എല്ലാ കൊല്ലവും ഏത് മാസങ്ങളിലാണ്? ഇത് ജൂലൈ അവസാനം ഓഗസ്റ്റ് ആദ്യം മുതൽ തുടങ്ങും. ഓഗസ്റ്റ്, ജൂലൈ അവസാനം ഓഗസ്റ്റ് ആദ്യം മുതൽ തുടങ്ങും. ഡിസംബറൊക്കെ ആകുമ്പോൾ തീരും. ഇല്ല, ഈ ഒരു മാസം ഇങ്ങനെ ആമ്പൽപ്പാട ഉത്സവം കഴിഞ്ഞു അല്ലേ? അടിപൊളി. യെസ്, ജനത്തിരക്കാണ്. പത്തുമണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിണങ്ങൂലോ? പേരെങ്ങനെ? പക്ഷേ അനുകുമാർ. അനുകുമാർ, ഇവിടെ കോട്ടയം? അല്ല, ഞങ്ങൾ സൈക്കിൾ ട്രിവിയൻസ് ഗ്രൂപ്പ് ഉണ്ട് ട്രിവാൻഡ്രത്തുള്ള. രാഹുലൊക്കെ രാഹുൽ ഞങ്ങളുടെ ടീമിലുള്ളതാ. NDD-യിലുണ്ട്. അവര് നമ്മുടെ മൂന്നാർ റൈഡ് ചെയ്തോണ്ടിരുന്നപ്പോ അപ്പൊ ഒരു ജിതിനൊന്നായിട്ട് പയ്യനെ അറിയാം. രണ്ടുപേരും ഒരുമിച്ച് വന്നു. പയ്യന്റെ പേര് ഞാൻ മറന്നുപോയി. ആരാന്ന് ഞാനും വിട്ടു. ജിതിനെ ഒരുമിച്ചുണ്ട്. രണ്ട് പിള്ളേരെ വീട്ടിൽ വന്നിട്ട് കിടന്നിട്ടുണ്ട്. അവര് മൂന്നാർ പോയപ്പോ എന്റെ വീട്ടിലെ ഹോസ്റ്റ് ചെയ്തത്. അങ്ങനെ എനിക്ക് കണ്ടപ്പോ പെട്ടെന്ന് മനസ്സിലായി. സന്തോഷം. ശരിയാടാ, ശരി. ഞങ്ങൾ ഇനി അടുത്ത് ആലപ്പുഴയൊക്കെ പോകാനുണ്ട്. ആലപ്പുഴ പോകാനുണ്ട്. അപ്പൊ യൂട്യൂബ് ഇട്ടേക്കാം. ശരി ശരി. കാണാൻ നല്ല രസമുള്ളൊരു കായ കാണിച്ചു തരാവേ. കാണുന്ന വഴിയെ പറിച്ച് തിന്നരുത് കേട്ടോ. ഒതളങ്ങ ഒരെണ്ണം അടിച്ചാൽ മതി. ദേവന് തൊഴിൽക്കാരൻ. തൊടുപുഴ സൈക്കിളുകാർ തട്ടിയിട്ട് നടക്കാൻ മേലാത്ത അവസ്ഥയായി. എവിടെ ചെന്നാലും ഒരു റൈഡർ. ഞങ്ങൾ ഇന്നലെ ഏറ്റുമാനൂർ വന്ന് കിടന്നിട്ട് രാവിലെ വന്നാണോ? ഞാൻ രാവിലെ വന്നു. ഞങ്ങള് ഏറ്റുമാനൂരിൽ നിന്ന് വന്ന് കിടന്നിട്ട് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കിടന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ അവിടെ ഏറ്റുമാനൂരിൽ നിന്ന് പോകുന്നു. കാണാനല്ല. ഇത്തിരി സ്നേഹത്തിന് വേണ്ടി അത് ദാഹിച്ചിരിക്കുവായിരുന്നടാ. ഇവിടെയാന്ന് തോന്നല്ലേ എൻ്റെ ആണോ? ഓടി വരുന്നതാണ് മലരിക്കൽ കുഞ്ഞി. എന്താ പൊന്നടി, നീ ഇങ്ങനെ സ്നേഹിക്കില്ല പ്ലീസ് സ്നേഹിക്കില്ല. ഓഹോ
നിൻ്റെ പേര് മലരിക്കൽ കുഞ്ഞി എന്ന് ഞാൻ നാമകരണം ചെയ്തിരിക്കുന്നു കേട്ടോ കേട്ടോ. മതിയെന്നേ. ഓഹോ ഒന്ന് ചുമ്മാ ഇരിക്കലേ വേണ്ടേ. അജേഷേ, ശരിക്കും പറഞ്ഞാൽ മലരിക്കൽ വന്ന് പൂ മാത്രം കണ്ടിട്ട് പോയാൽ കാര്യമില്ല. സൈക്കിളുകാർ വരുവാനത് ഇങ്ങനെയുള്ള ഇടവഴിക്ക് കയറിയാണ്. ഒരു കിടിലം വൈബാട്ടോ. അതുകൊണ്ട് കാര്യമില്ല. കൊള്ളാം, പിന്നെ കുഴപ്പമില്ല. ആ അതെ, ഞങ്ങളൊക്കെ പക്ഷെ ഭയങ്കര സ്നേഹകാരിയാ. സൈക്കിളിൻ്റെ മേളിലേക്ക് അടി കിട്ട വെളിയിൽ നിന്ന്. എന്റെ സ്വപ്ന സുഗന്ധ വണ്ടിച്ചക്രം തരാമോ? മലരിക്കലും ഒന്ന് ചുമ്മാ ആമ്പൽ മാത്രം കണ്ടിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. ഇതിന് കുഴപ്പമില്ല.
ഓ ഇവിടെ ഭയങ്കര ഭംഗിയാട്ടോ. എന്ത് സംഭവം, കിലോമീറ്റർ. ശേഷേ ഇന്നത്തെ സൈക്ലിംഗ് നിർവൃതിയിലായടാ. പോളിയാണോന്നോ? ശരിക്കും രാവിലെ ഇങ്ങോട്ടായിരുന്നു വരേണ്ടത് അല്ലേ? ആദ്യം ഇങ്ങോട്ട് വരണമായിരുന്നു. നമ്മളാ വിളി കേട്ടുട ആകെ എന്നെ മറന്നു ഞാൻ. സുഗന്ധമേ ടെമ്പിൾ. ഇത് സ്വാഗതം വലിയ വീട്ടിൽ ദേവി ക്ഷേത്രം, കിളിരൂർ. കുഞ്ഞു മഴ. വൈബാണ് മോനെ. അങ്ങനെയല്ലേ ചെറുപ്പക്കാര് പറഞ്ഞേ, പൊള്ളി പൊള്ളി. പോകരുത് എന്താണേ. മറിക്കണേ.
അറിയടാ ആ ഞാൻ പിന്നെ മൃഗങ്ങളുടെ വോയിസ് കമാൻഡ് പഠിച്ച ആളായതുകൊണ്ടേ ഒന്നും പറയാനില്ല കേട്ടോ. സത്യത്തിൽ ഈ അമ്പലപ്പൂ കാണാൻ മാത്രമായിട്ടാണ് വന്നത്. പക്ഷേ അമ്പലമൊന്നും ഒരു സംഭവമല്ല. സംഭവം എന്ന് പറഞ്ഞത് ഇതിൽ ഈ ബണ്ടേ കൂടെയുള്ള ഇങ്ങനെയുള്ള പോക്ക, ഇതൊക്കെ കേവലം സൈക്കിളുകാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. റിമെമ്പർ, ഓൺലി ഫോർ സൈക്ലിസ്റ്റ്. ഇതിൽ പരം എന്ത് വേണം മകനെ? പൊട്ടിപ്പോയാന് മലരിക്കൽ അമ്പലപ്പാടം കാണാൻ വന്നപ്പോൾ നമ്മുടെ തൊടുപുഴത്തെ ഉടുമ്പന്നൂർ റൈഡർ അജേഷും കൂടെ എത്തി. അപ്പം ഞങ്ങൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആമ്പലപൂത്ത് ഞങ്ങൾ കാണാനാണ് വന്നതെങ്കിലും സത്യത്തിൽ എക്സൈറ്റഡ് ആയിപ്പോയ ഇവിടുത്തെ നമ്മുടെ പാടവരമ്പത്തോടെയുള്ള സൈക്ലിങ്. ഓ പൊളി കിട്ടും, ഒരു രക്ഷയില്ല, ഭയങ്കര ത്രില്ലിങ് ആയിപ്പോയി. ആമ്പലൊക്കെ മറന്നു, വിസ്മരിച്ചു നമ്മൾ. അപ്പം അജേഷ് ഇവിടുന്ന് വൈക്കം, തണ്ണീർമുക്കം, തലയോലപ്പുറം വഴി അങ്ങനെ മടങ്ങുന്നു. ഞങ്ങൾക്ക് ഡെക്കാത്തലിനുണ്ട്, അപ്പോൾ കോട്ടയം വഴി അങ്ങനെ വരാം. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഇതിപ്പോൾ കോട്ടയം പട്ടണം കാണിച്ചിട്ടുണ്ടായ ഇത്രയും മനോഹരമായ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്രയും നേരം വീഡിയോയിൽ ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവർക്കും സന്തോഷം, നന്ദി. വീണ്ടും കാണാം. ഓക്കെ.